സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വിലയിലെ ആശങ്ക കാരണം ആളുകൾ പെട്ടെന്ന് സ്വർണം വാങ്ങുന്ന രീതി ഇന്നുണ്ട്. എങ്കിൽ സ്വർണം വാങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. കാരണം സ്വർണത്തോടൊപ്പം ആഭരണത്തിൽ പതിപ്പിച്ചിരിക്കുന്ന കല്ലുകളുടെ ഭാരം വലിയ തട്ടിപ്പിന് വഴിയൊരുക്കും. സ്വർണം വാങ്ങാൻ പ്ലാനുണ്ടോ? സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വാർത്ത എന്തായാലും ശ്രദ്ധിക്കണം. സ്വർണ്ണവില കൂടുന്നതും കുറയുന്നതും തെല്ലുമല്ല ഇന്ന് ഉപഭോക്താക്കളിൽ സ്വാധീനം ചെലുത്തുന്നത്. സ്വർണ്ണവില കുറയുന്ന ദിനം കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. സ്വർണത്തെ ആഭരണം എന്നതിലുപരി മികച്ചൊരു നിക്ഷേപമായും പരിഗണിക്കുന്നവരാണ് ഇന്ന് മലയാളികളിലേറെയും. എന്നാൽ വിലക്കയറ്റം പലരുടെയും മോഹങ്ങളെ തന്നെ തല്ലിത്തകർത്തുന്ന അവസ്ഥയിലേക്കും എത്തി. റെക്കോർഡ് ഭേദിച്ചു തന്നെയാണ് സ്വർണ്ണവില ഇപ്പോഴും തുടരുന്നത്. 2026 എത്തിയതിനു ശേഷം പൊന്നിൽ സംഭവിച്ചത് റെക്കോർഡ് വില വർധനവാണ്. ജനുവരി 29 രാജ്യത്ത് സ്വർണ്ണവില ആദ്യമായി 1,31,160 രൂപയിലും എത്തി. സ്വർണ്ണവില കൂടുമെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും ഇത്രയേറെ ഒരു വർധനവ് അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും പതുക്കെ സ്വർണ്ണവില താഴോട്ടിറങ്ങുന്നതാണ് കണ്ടത്. കഴിഞ്ഞ 4-5 ദിവസമായി സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വലിയ വ്യത്യാസം തന്നെയാണ് പ്രകടമാകുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും, അതായത് മാർച്ച് 30-നും 31-നും 3 തവണ വീതമാണ് സ്വർണത്തിന്റെ നിരക്കുകളിൽ മാറ്റം രേഖപ്പെടുത്തിയത്. ഇതിൽ തിങ്കളാഴ്ച 3 തവണയാണ് വില വർദ്ധിച്ചത്. എങ്കിൽ ചൊവ്വാഴ്ച 2 തവണ വിലയിടിവും വൈകിട്ട് വർദ്ധിക്കുകയും ചെയ്തു. തുടർന്ന് ബുധനാഴ്ച വലിയ മുന്നേറ്റം രേഖപ്പെടുത്തി. സ്വർണ്ണവില അങ്ങനെ 1,12,160 രൂപ വരെ എത്തി മുന്നേറുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 2-ന് 2 തവണയാണ് വിലയിൽ ഇടിവ് വന്നത്. അങ്ങനെ പവൻ വില 1,09,240 രൂപയിലേക്കും താഴ്ന്നു. എന്നാൽ ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണവില കൂടിയും കുറഞ്ഞും നിൽക്കുന്നതുകൊണ്ട് തന്നെ ആഭരണം വാങ്ങുന്നവർക്കും ആശങ്കയുണ്ട്. എന്നാൽ സ്വർണ്ണവില കുത്തനെ കുറയുന്ന സാഹചര്യം ഇനിയും കൂടുമെന്ന് തോന്നിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിനു മുമ്പ് സ്വർണം വാങ്ങിയേക്കാമെന്ന് കരുതുന്നവരാണ് മിക്കവരും. എങ്കിൽ സ്വർണം വാങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ചില വ്യാപാരികൾ സ്വർണത്തോടൊപ്പം ആഭരണത്തിൽ പതിച്ചിരിക്കുന്ന കല്ലുകളുടെ ഭാരം കൂടി ചേർത്ത് വിൽക്കുന്നതടക്കമുള്ള തട്ടിപ്പുകൾ ഇന്ന് നടക്കുന്നുണ്ടെന്നാണ് മുന്നറിയിപ്പ്. രത്നക്കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ തൂക്കം പ്രത്യേകം രേഖപ്പെടുത്താൻ ആവശ്യപ്പെടണമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പണിക്കൂലിക്കൊപ്പം ഈടാക്കുന്ന അമിത ബില്ല് ചോദ്യം ചെയ്യപ്പെടേണ്ട അവസരമുണ്ടെന്നും പറയുന്നു. പരിശുദ്ധിയും ഹോൾമാർക്കും ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. നിയമലംഘനം നടത്തിയ വ്യാപാരികൾക്കെതിരെ കർശന നടപടിയും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ എല്ലാത്തരം ഉൽപ്പന്നങ്ങളുടെയും കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് 1260 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിലൂടെ 46.4 ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്റ്റാമ്പിംഗ് ഫീസായി 90.89 ലക്ഷം രൂപയും ലീഗൽ മെട്രോളജി വകുപ്പ് ശേഖരിച്ചു കഴിഞ്ഞു. എന്തായാലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയോ ക്രമക്കേടുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിക്കേണ്ടതുണ്ട്. തട്ടിപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി ഇന്ന് വിവിധ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും നടക്കുന്നുണ്ട്. നിലവിൽ സ്വർണ്ണവിലയ്ക്കൊപ്പം ഈടാക്കുന്ന പണിക്കൂലിയും വലിയ തരത്തിലാണ് ആളുകളെ ബാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.